ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമ്മളാണെങ്കിൽ നമ്മുടെ വീട്ടിനടുത്തുള്ള അതായത് കുറ്റിമുക്കിലെ കൊച്ചു സ്കൂളെന്നാണ് ഈ സ്കൂളിനെ അറിയപ്പെടുന്നത്. വി എം അങ്ങനെയാണെന്ന് തോന്നുന്നു സ്കൂളിൻ്റെ പേര് കേട്ടോ, എനിക്കറിയില്ല. മിലാശ്ശേരി കൊച്ചു സ്കൂളെന്നാണ് നമ്മളിതിനെ വിളിക്കുന്നത്. അപ്പോൾ എനിക്കിന്ന് അവിടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. നമ്മുടെ കൊച്ചുകുട്ടികളെ ഒരുക്കാൻ വേണ്ടിയിട്ട് തിരുവാതിരയ്ക്കും പിന്നെ അതുപോലെ തന്നെ മണവാട്ടി ഒരു കുട്ടിയുണ്ടായിരുന്നു. തിരുവാതിരയ്ക്ക് കുറച്ച് കുട്ടികളുണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് തന്നെ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പോയി ചെയ്യുന്ന വർക്കാണിത്. പലരും എന്നോട് ചോദിക്കാറുണ്ട് എൻ്റെ വർക്ക് എന്താണ്, മേലനങ്ങാതിരുന്ന് പണിയെടുക്കാൻ വേണ്ടിയില്ലേ യൂട്യൂബ് തുടങ്ങിയിരിക്കുന്നത്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കുറേ ആക്ഷേപങ്ങളും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. ഞാൻ ഒട്ടുമിക്ക എല്ലാ വർക്കും ഞാൻ ചെയ്യാറുണ്ട്. എൻ്റെ മെയിൻ വർക്കാണ് ഈ മേക്കപ്പ് എന്ന് പറയുന്നത്. അതായത് നമ്മളെല്ലാ വർക്കും ചെയ്യാറുണ്ട്, മേക്കപ്പിൻ്റെ എല്ലാ വർക്കുകളും ചെയ്യാറുണ്ട്. സ്കൂളിലെ പ്രോഗ്രാം, അതുപോലെ തന്നെ സ്റ്റേജ് ഷോയ്ക്ക്, വെഡ്ഡിങ്ങിൻ്റെത്, അങ്ങനെ എല്ലാ വർക്കും നമ്മൾ ചെയ്യാറുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുമെന്ന് അറിഞ്ഞിട്ട് നമ്മളെ ടീച്ചർ നമ്മളെ സ്കൂളിലേക്ക് വിളിക്കുന്നത്. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. സത്യം പറഞ്ഞാൽ എനിക്കതിൽ സന്തോഷമുണ്ട്, ഒത്തിരി സന്തോഷമുള്ളൊരു കാര്യമാണ് എല്ലാവരും നല്ല നല്ല അഭിപ്രായം പറഞ്ഞത്. നമ്മുടെ പ്രിൻസിമോളാണ് എനിക്ക് വീഡിയോ എടുത്തിരുന്നത്. ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പം തന്നെ പ്രിൻസിമോളെയാണ് റെഡിയാക്കിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെ വന്നു കഴിയുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ലല്ലോ. പ്രിൻസിമോൾ അത്യാവശ്യം ലുക്കായിരിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാ കുട്ടികളും ലുക്കായിരിക്കണമെന്നാണ് ആഗ്രഹം, എല്ലാ കുട്ടികളും നന്നായിട്ട് വരണമെന്നാണ് ആഗ്രഹം. കാരണം നമ്മൾ ചെയ്യുന്ന വർക്കല്ലേ. അപ്പം ഒരു കാരണവശാലും ആരും കുറ്റം പറയരുത്, എല്ലാവരും നല്ല അഭിപ്രായം പറയണം എന്ന് തന്നെയാണ് എനിക്ക് ആഗ്രഹം. പക്ഷേ പ്രിൻസിമോളാണെങ്കിൽ കുറച്ചുകൂടെ നല്ലോണം വീട്ടിൽ നിന്ന് ഒരുക്കിക്കൊണ്ട് വരാമെന്ന് വിചാരിച്ച് പ്രിൻസിമോളെ നേരത്തെ അങ്ങ് ഒരുക്കിക്കൊണ്ട് വന്നു. 3:30-ക്കാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. 5 മണിക്കായിരുന്നു പ്രോഗ്രാം. അതുകൊണ്ട് തന്നെ പെട്ടെന്നെല്ലാം ഒരുക്കി തീർക്കാൻ എനിക്ക് പറ്റി. എന്തായാലും എല്ലാവരും ടീച്ചർമാരും അതുപോലെ തന്നെ SMCയുടെ ഭാരവാഹികളും എല്ലാം തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനും ഒരു SMC ഭാരവാഹിയാണ്, പക്ഷേ എനിക്കൊന്നിനും പോകാൻ പറ്റിയിട്ടില്ല ഇതുവരെ. കാരണം നമ്മുടെ സിറ്റുവേഷൻ അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. അതുകൊണ്ട് ഒരു പരിപാടിക്കും പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു, ഒരു മീറ്റിംഗ് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. പക്ഷേ എല്ലാവരും നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ഫേസ് മാത്രമേ ചെയ്തുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് പെട്ടെന്നെല്ലാം ചെയ്ത് തീർക്കാൻ പറ്റിയത്. ടീച്ചേഴ്സും അതുപോലെ തന്നെ SMC ഭാരവാഹികളും ചേർന്നിട്ടാണ് കുട്ടികളുടെ ഹെയറും ഡ്രസ്സും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റി. സമയത്തിന് കുട്ടികളെ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റി. ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. എല്ലാം കൂടെ ഞാൻ ചെയ്യേണ്ടി വന്നിരുന്നെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. പക്ഷേ അവരെല്ലാവരും കൂടെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഉണ്ടായതുകൊണ്ട് നമുക്കെല്ലാം പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി, പെട്ടെന്നെല്ലാം തീർക്കാൻ പറ്റി. അതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ, ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ കുട്ടികളെയും വളരെ ഭംഗിയായിട്ട് തന്നെയാണ് നമുക്ക് ഒരുക്കി വിടാനായിട്ട് പറ്റിയത്. പല ആൾക്കാരും പറയാറുണ്ട് പണിയെടുത്ത് ജീവിച്ചൂടെ. എൻ്റെ പണികളിൽ ഒന്നാണിത്. ഞാൻ വെൽഡിങ് ചെയ്യും, മേക്കപ്പ് ചെയ്യും, അതുപോലെ തന്നെ കൂലിപ്പണിക്ക് പോകാറുണ്ട്, കാറ്ററിങ്ങിന് പോയിട്ടുണ്ട്, പാചകത്തിന് പോയിട്ടുണ്ട്. അങ്ങനെ ഒട്ടുമിക്ക എല്ലാ വർക്കുകൾക്കും ഞാൻ പോകാറുള്ളൊരു വ്യക്തി തന്നെയാണ്. അങ്ങനെ വീട്ടിൽ കയറി വെറുതെ ഇരുന്ന് തിന്നുന്ന ഒരു ശീലം എനിക്ക് പണ്ടോട്ടേ ഇല്ല. ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ സിറ്റുവേഷൻ വെച്ചിട്ട് നമുക്കാണെങ്കിൽ പണിക്ക് പോകാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ വർക്കുകളും കാര്യങ്ങളും പിടിക്കാത്തതാണ്. ഇതുപോലെ ഒരുപാട് വർക്കുകൾ വരാറുണ്ട്. അടുത്തുള്ള വർക്കുകളാണെങ്കിൽ നമുക്ക് പോയി ചെയ്യാൻ പറ്റും, ചെയ്തിട്ട് പെട്ടെന്ന് വരാൻ പറ്റും. പക്ഷേ ദൂരോട്ടൊക്കെ വർക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോയി ചെയ്യാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ദൂരോട്ടുള്ള വർക്കുകൾ ഇപ്പോൾ എടുക്കാതിരിക്കുന്നത്. ഇനിയിപ്പോഴാണെങ്കിൽ മോനിത്തിരി കൂടെ ആയതുകൊണ്ട് നമ്മൾ ഇനി എന്തായാലും ദൂരോട്ടുള്ള വർക്കുകളും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എടുക്കാം എന്നാണ് വിചാരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ എൻ്റെ സിറ്റുവേഷൻ വെച്ചിട്ടാണെങ്കിൽ എനിക്ക് ദൂരോട്ടുള്ള വർക്കുകൾ എടുത്ത് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട് കൂടുതലായിട്ടുണ്ട്. കാരണം എപ്പം ഡോറയ്ക്കൊക്കെ വയ്യായിരിക്കില്ല, നമ്മളെ എപ്പോഴും അവിടെ വീട്ടിൽ കാണണം എന്നുള്ളൊരവസ്ഥയാണ്. അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ യൂട്യൂബിൽ ഫോക്കസ് ചെയ്യുന്നത്. ഒന്നോർത്ത് കഴിഞ്ഞാൽ എനിക്ക് യൂട്യൂബിനേക്കാളും കൂടുതൽ ഇൻകം കിട്ടുന്നൊരു വർക്ക് മേക്കപ്പിൻ്റെ തന്നെയാണ്. കാരണം യൂട്യൂബിൽ നമുക്ക് ഒരു മാസം കിട്ടുന്നതെന്ന് വെച്ചാൽ ഒരു 25-30 വരെയൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ എല്ലാ ചിലവുകളും കൂടി ഓടിച്ചുകൊണ്ട് പോകാനൊന്നും നമുക്ക് പറ്റത്തില്ല, അത്രയ്ക്കും ബുദ്ധിമുട്ടാണ്. പക്ഷേ നമുക്കെന്ന് വെച്ചാൽ മേക്കപ്പിൽ ഞാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു മാസം അതിലും കൂടുതൽ കിട്ടും. എങ്ങനെ പോയാലും ഒരു 70-60 വരെയൊക്കെ കിട്ടുന്ന സമയങ്ങൾ എനിക്ക് ഉണ്ടാവാറുണ്ട്, മാസങ്ങൾ. ഇതായിരുന്നു നമ്മുടെ മണവാട്ടി കേട്ടോ. വളരെ നല്ല ഭംഗിയുള്ളൊരു കുട്ടിയായിരുന്നു. നല്ല രീതിയിൽ തന്നെ എനിക്ക് ഒരുക്കാനും സാധിച്ചു. ഒത്തിരി പേര് അഭിപ്രായം പറഞ്ഞു. ഇതാണ് നമ്മുടെ പ്രിൻസിമോളും കൂട്ടുകാരികളും. ഇത് നമ്മുടെ പ്രിൻസിമോളുടെ തിരുവാതിര ടീമിൻ്റെ ടീമാണ്. ഞാൻ പ്രിൻസിമോളെ ആണെങ്കിൽ ഒരുക്കിയത് വേറൊരു ലുക്കിലായിരുന്നു, അത് ലാസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വർക്ക് എന്താണെന്ന് ചോദിച്ചവർക്കായിട്ട് ഞാൻ സമർപ്പിക്കുന്നു. ഇതായിരുന്നു ആദ്യം പ്രിൻസിമോളെ ഒരുക്കിയ ലുക്ക്. പിന്നെ കുട്ടികൾക്ക് എല്ലാവർക്കും ഷോൾ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പ്രിൻസിമോളുടെ ഷോൾ മാറ്റി കേട്ടോ.